ഹലോ, ഇന്ന് നമ്മൾ ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് പ്രോബ്ലംസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സ്പിയേഴ്സ് ഓഫ് റേഡിയസ് ആർ ഹാവിങ് സെൻറ്റർ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. റേഡിയസ് ആറും സെൻറ്റർ എക്സ് വൈ പ്ലെയിനിലുമായിട്ട് വരുന്ന, ഇതാണ് ഇപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ആണെങ്കിൽ ഇതാണ് എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ സെൻറ്റർ എക്സ് വൈ പ്ലെയിനിൽ വരുന്ന സ്പിയർ ആയിരിക്കണം, റേഡിയസ് ആറായിരിക്കണം. അങ്ങനെയുള്ള സ്പിയേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇക്വേഷൻ ഓഫ് എ സ്പിയർ ഹാവിങ് റേഡിയസ് ആർ ആൻഡ് സെൻറ്റർ അറ്റ് എ ബി സി. ആറ് റേഡിയസും സെൻറ്റർ അറ്റ് എ ബി സിയിലും ആയിരിക്കണം സ്പിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ സെൻറ്റർ ഓൺ ദി എക്സ് വൈ പ്ലെയിനിൽ വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഇപ്പോൾ സെൻറ്റർ തന്നെ നോക്കാം. എക്സ് വൈ പ്ലെയിനിൽ വരാനാണെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്. നമ്മളിപ്പോൾ എ ബി സി ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എ, ഡിസ്റ്റൻസ് ഫ്രം വൈ ഇസഡ് പ്ലെയിൻ. ഈ വൈ ഇസഡ് പ്ലെയിനിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള അകലാണ്. അതിങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. അതാണ് എ. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ഇസഡ് പ്ലെയിൻ. ഇതാണ് എക്സ് ഇസഡ് പ്ലെയിൻ. ഈ എക്സ് ഇസഡ് പ്ലെയിനിൽ നിന്ന് ഇവിടേക്കുള്ള അകലം അത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. ദറ്റ് ഈസ് ബി. ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ പ്ലെയിൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് സി. അപ്പോൾ ഒരു പോയിൻ്റ് എ ബി സി ഉണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് എ, വൈ കോർഡിനേറ്റ് ബി, ഈ ഡിസ്റ്റൻസ്, ഇസഡ് കോർഡിനേറ്റ് സി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് കാണേണ്ട പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണേണ്ട സ്പിയേഴ്സിൻ്റെ എല്ലാം സെൻറ്റർ എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഇങ്ങോട്ട് വരും, ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ സി 0. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ബി 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എ ബി 0 സെൻറ്ററായിട്ടും റേഡിയസ് ആറും ആയിട്ടുള്ള ഒരു സ്പിയറിൻ്റെ ഇക്വേഷനാണ് എഴുതേണ്ടത്. സോ ഇക്വേഷൻ ഓഫ് എ സ്പിയർ having radius r and center at a b 0 is x minus a whole square plus y minus b whole square plus z minus 0 ആയിരിക്കും തന്നെ z minus 0 whole square equal to r square എന്ന് വരും. അതായിരിക്കും ഇക്വേഷൻ ഓഫ് എ സ്പിയർ ഹാവിങ് റേഡിയസ് r and center on the xy plane, which is this equation, which is equation 1. Now differentiating equation 1, ഇതാണ് പോയിൻ്റ് എ ബി 0. Now differentiating equation 1, ഇതാണ് equation 1. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ഈ എഴുതിയിട്ടുള്ളത് തന്നെ. equation 1 with respect to x partially we get 2 into x minus a plus ഇതിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്റ്റ് എക്സ് 0 പ്ലസ് ഇസഡ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്റ്റ് എക്സ് 2z ഇൻറ്റു പാർഷ്യൽ ഡി സെഡ് ബൈ ഡി എക്സ് ആണ്. അതിനെ നമ്മൾ പി എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്താൽ ഇത് കിട്ടും എക്സ് മൈനസ് എ പ്ലസ് ഇസഡ് പി ഈക്വൽ ടു 0. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്റ്റ് ടു വൈ എന്ത് കിട്ടും? ഇതിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്റ്റ് ടു വൈ 0, ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2 ഇൻറ്റു വൈ മൈനസ് ബി പ്ലസ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2z ഇൻറ്റു പാർഷ്യൽ ഡി സെഡ് ബൈ ഡി വൈ വിച്ച് ഈസ് ക്യൂ ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് വൈ മൈനസ് ബി പ്ലസ് ഇസഡ് ക്യൂ ഈക്വൽ ടു 0. ഫ്രം 2 ഇസഡ് പിനെ റൈറ്റ് സൈഡ് കൊണ്ടുവന്നാൽ എക്സ് മൈനസ് എ ഈക്വൽ ടു മൈനസ് ഇസഡ് പി. ഫ്രം 3 we get y minus b equal to minus zq. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കാം.
എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ളത് ഇതായിരിക്കും. ഇതാണ് ഇക്വേഷൻ 1. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ളത് മൈനസ് ഇസഡ് പി ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ പി സ്ക്വയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്ലസ് ഇസഡ് സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ വി ഗെറ്റ് ഇസഡ് സ്ക്വയർ പി സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇസഡ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ഇസഡ് സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ആർ സ്ക്വയർ, വിച്ച് ഈസ് ദി റിക്വയർഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് all spheres whose centers lie on the z axis. z ആക്സിസിൽ സെൻറ്ററായിട്ട് വരുന്ന എല്ലാ സ്പിയേഴ്സിൻ്റെയും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കാണുന്നത്. z ആക്സിസിൽ സെൻറ്റർ ആണെങ്കിൽ ആ സ്പിയറിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഇതായിരിക്കും 0 0 c. z ആക്സിസിലെ പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം വൈ സെഡ് പ്ലെയിൻ, ഇതാണ് വൈ സെഡ് പ്ലെയിൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് 0. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ് സെഡ് പ്ലെയിൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം, ഇതാണ് എക്സ് സെഡ് പ്ലെയിൻ. അവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ഈ ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള അകലം, സി ഏത് വേണമെങ്കിലും ആകാം, എവിടെ വേണമെങ്കിലും ആകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ, റേഡിയസ് ആറും സെൻറ്റർ അറ്റ് 0 0 c വരുന്ന സ്പിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എക്സ് സ്ക്വയർ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ വരും, ദറ്റ് ഈസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, റേഡിയസ് സ്ക്വയർ. Now differentiating equation 1 partially with respect to x and y, we get ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് ഇതിൻ്റെ 0 പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു പാർഷ്യൽ ഡി ഇസഡ് ബൈ ഡി എക്സ്, ദറ്റ് ഈസ് പി ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് പ്ലസ് ഇസഡ് മൈനസ് സി ഇൻറ്റു പി ഈക്വൽ ടു 0 കിട്ടും. അതിൽ നിന്ന് ഇസഡ് മൈനസ് സി ഇൻറ്റു പി ഈക്വൽ ടു മൈനസ് എക്സ്. അതേപോലെ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് കിട്ടും, 2y ഇതിൻ്റെ 0 ഡിഫറൻഷ്യൽ 2y പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്ത് ഈ വൈനെ റൈറ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഇസഡ് മൈനസ് സി ഇൻറ്റു ക്യൂ ഈക്വൽ ടു മൈനസ് 5 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2, ദിസ് ഇസ് ഇക്വേഷൻ 3. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക, ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 3 എന്ത് കിട്ടും, പി ബൈ ക്യൂ ഈക്വൽ ടു എക്സ് ബൈ വൈ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി വൈ ഈക്വൽ ടു ക്യൂ എക്സ്, വിച്ച് ഈസ് ദി റിക്വയർഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. താങ്ക് യു.